നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടോ എന്ന്? ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജപ്പാൻകാർക്ക് പറയാൻ വളരെ രസകരമായ ഒരു ആശയമുണ്ട്. ഹെക്ടർ ഗാർസിയ, ഫ്രാൻസിസ് മിറാലസ് ഇവരെപ്പോലുള്ള എഴുത്തുകാർ ലോകത്തിന് പരിചയപ്പെടുത്തിയ ആ ഒരു കൺസെപ്റ്റാണ് ഇക്കിഗായി. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്താണ് എല്ലാ ദിവസവും രാവിലെ നിങ്ങളെ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. ഈ ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഒരു കാതലിരിക്കുന്നത്. ശരി, അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ച ആ ഒരു കാര്യം, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്ന ആ ഒന്നുണ്ടല്ലോ, അതിന് ജപ്പാൻകാർക്കിടയിൽ ഒരു പ്രത്യേക പേരുണ്ട്. അതാണ് ഇക്കിഗായ്. ഇതിലെ ഇക്കി എന്ന് പറഞ്ഞാൽ ജീവിതം, ഗായ് എന്ന് പറഞ്ഞാൽ മൂല്യം അഥവാ വില. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യബോധവും സന്തോഷവും ഒക്കെ നൽകുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതാണ് ഇക്കിഗായ്. ഇത് വെറുമൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ഹോബിയോ മാത്രമല്ല കേട്ടോ. അതിനെല്ലാം അപ്പുറം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും വിലപ്പെട്ടതാക്കി മാറ്റുന്ന ഒരു വഴികാട്ടിയാണ്. നമുക്കൊരു ലക്ഷ്യബോധം നൽകുന്ന ഒരുതരം ഊർജം. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തുക? അതിന് നമ്മൾ നമ്മളോട് തന്നെ ഒരു 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ആ 4 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങൾ ശരിക്കും എന്തിലെയാണ് സ്നേഹിക്കുന്നത്? നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം തരുന്ന, നിങ്ങളെ ആവേശഭരിതരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ പാട്ടുപാടുന്നതാവാം, അല്ലെങ്കിൽ ചെടി നടുന്നത്, പാചകം ചെയ്യുന്നത്, അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത്, എന്തു വേണമെങ്കിലും ആകാം. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്കെന്തിലാണ് ഒരു പ്രത്യേക കഴിവുള്ളത്? ഇത് ഒരുപക്ഷെ ജന്മനാ കിട്ടിയ കഴിവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്ത എന്തെങ്കിലുമാകാം. നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന, പക്ഷേ മറ്റുള്ളവർക്ക് കുറച്ച് പ്രയാസമായി തോന്നുന്ന കാര്യങ്ങൾ, അതെന്തൊക്കെയാണ്? മൂന്നാമത്തെ ഘടകം, നമ്മുടെ ശ്രദ്ധ കുറച്ചൊന്ന് പുറത്തേക്ക് തിരിക്കുന്നു, അതായത് ഈ ലോകത്തേക്ക്. നിങ്ങളുടെ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യം? ഇവിടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളാകാം. നാലാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രായോഗികമായ ഘടകം, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, സാമ്പത്തികമായി നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യുന്നതിനാണ് നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കുക? ഈ പറഞ്ഞ 4 ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പൂർണ്ണമായ ഇക്കിഗായ് ഉണ്ടാകുന്നത്. അതുകൊണ്ടുതന്നെ ഇവയെല്ലാം തമ്മിൽ ഒരു കറക്റ്റ് ബാലൻസ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങളിൽ ചിലതൊക്കെ മാത്രമേ ഉള്ളൂ എങ്കിലോ? അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും? നമുക്കതൊന്ന് നോക്കാം. ഈ കാണുന്ന സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റാൻ സാധ്യത. ഉദാഹരണത്തിന്, നിങ്ങൾക്കിഷ്ടമുള്ളതും നിങ്ങൾക്ക് നല്ല കഴിവുള്ളതുമായ ഒരു കാര്യമുണ്ട്. ഇതിനെ നമുക്ക് അഭിനിവേശം അഥവാ പാഷൻ എന്ന് വിളിക്കാം. പക്ഷേ അത് ഈ ലോകത്തിന് ആവശ്യമില്ലെങ്കിലോ, ആരും അതിന് പണം തരില്ലെങ്കിലോ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? അതുപോലെ നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ഒരു ഉദ്യോഗമുണ്ടാകാം, അതിൽ നിങ്ങൾക്ക് കഴിവുമുണ്ടാകാം. പക്ഷേ ആ ജോലി നിങ്ങൾക്കൊരു സന്തോഷവും തരുന്നില്ലെങ്കിൽ ജീവിതം ഒരുതരം ശൂന്യതയായി തോന്നും. അപ്പോൾ ഇക്കിഗായി എന്ന് പറയുന്നത് ഈ 4 വൃത്തങ്ങളും കൂടിച്ചേരുന്ന ആ നടുവിലുള്ള ഭാഗമാണ്. അവിടെയാണ് യഥാർത്ഥ സംതൃപ്തി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആശയങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നിങ്ങളുടെ സ്വന്തം ഇക്കിഗായി കണ്ടെത്താനുള്ള ആ ഒരു യാത്ര തുടങ്ങാൻ സമയമായി. ഈ 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിന്റെ ഉത്തരങ്ങൾ ഒരു ഡയറിയിലോ മറ്റോ എഴുതി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നില്ല, കുറച്ച് സമയമെടുത്തേക്കാം. പക്ഷേ ഈ ഒരു ആത്മപരിശോധന വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കാണറിയാൻ കഴിയുക, അല്ലേ? ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം, ഇതൊരു ഡെസ്റ്റിനേഷനല്ല, മറിച്ച് ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളും കഴിവുകളുമൊക്കെ മാറുമ്പോൾ നമ്മുടെ ഇക്കിഗായ്ക്ക് മാറ്റങ്ങൾ വന്നേക്കാം. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ഓരോ ഘട്ടത്തിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും സന്തോഷവും കണ്ടെത്താനുള്ള ഈ യാത്ര എവിടെ നിന്ന് തുടങ്ങാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്താനുള്ള യാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.